وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. ആയത്ത് 23 അവസാന ഭാഗം. വറബായിബുക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ പെൺമക്കൾ, അല്ലാത്തി ഫീ ഹുജൂരിക്കും, നിങ്ങളുടെ കീഴിൽ കഴിയുന്നവർ, മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിൻ, നിങ്ങൾ ശാരീരിക ബന്ധം സ്ഥാപിച്ച സ്ത്രീകളിൽ നിന്നുള്ള പെൺമക്കൾ, അവരും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. فإن لم تكونوا دخلتم بهن, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് അവരുടെ മക്കളെ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമില്ല. വഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ നേരിട്ടുള്ള ആൺമക്കളുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടുന്നതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ ഖദ് സലഫ്, എന്നാൽ മുന്തിപ്പോയ കാര്യങ്ങളിൽ കുഴപ്പമില്ല. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ഈ ഭാഗത്തും വിവാഹബന്ധം നിഷിദ്ധമായ ഏതാനും ആളുകളെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. വറബായിബുകും അല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിൻ, നിങ്ങൾ ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിച്ചു, ആയിഷയെ വിവാഹം കഴിച്ചു. ആ ആയിഷയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും ഫാത്തിമ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. അതായത് ഒരു സ്ത്രീയെയും അവരുടെ മകളെയും കൂടി നിങ്ങൾ വിവാഹം കഴിക്കരുത്. അത് അവരുടെ കാലഘട്ടത്തിലും പാടില്ല, മരണപ്പെട്ടതിന് ശേഷവും പാടില്ല. വറബായിബുകും അല്ലാത്തി ഫീ ഹുജൂരിക്കും,
നിങ്ങളുടെ കീഴിൽ താമസിക്കുന്ന മക്കൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കീഴിൽ താമസിക്കാത്ത മക്കളെ വിവാഹം കഴിക്കാം എന്ന അർത്ഥത്തിലല്ല. ഉദാഹരണത്തിന്, എനിക്ക് ആയിഷ എന്ന ഭാര്യയുണ്ട്, അവർക്ക് ഫാത്തിമ എന്നൊരു മോളുണ്ട്. ആ മകൾ വേറെ ആരുടെയെങ്കിലും കീഴിലാണ് താമസിക്കുന്നത്, അപ്പോഴും വിവാഹം കഴിക്കാൻ പാടില്ല. പിന്നെ ഇവിടുന്ന് പറഞ്ഞത് സാധാരണ അത്തരം കുട്ടികൾ നിങ്ങളുടെ കീഴിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ കീഴിലാണ് താമസിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രവണതയ്ക്ക് പരിശുദ്ധ ഖുർആൻ അത്ഭുതകരമായ തിരുത്തൽ നടത്തുകയാണ്. ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവർക്ക് വേറെ ഭർത്താക്കന്മാരിലൂടെ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ പലപ്പോഴും മക്കളായിട്ട് കാണാറില്ല. അവർ നിന്ദിക്കും, നിസ്സാരപ്പെടുത്തും, സ്വന്തം മക്കളെ കൂട്ടത്തിൽ കിടത്തും, ഇവരെ വേറെ എവിടെയെങ്കിലും പിടിച്ച് തള്ളും. ഈ ക്രൂരതയെ ഇസ്ലാം ഖുർആൻ തിരുത്തുകയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ചവൻ ഒരു കുട്ടിയെ കൂടി നൽകിയിരിക്കുന്നു, അവർ നിങ്ങൾ സ്വന്തം മക്കളെ പോലെ കാണും. وَرَبَائِبُكُمُ اللَّاتِي فِي حُجُورِكُم مِّن نِّسَائِكُمُ اللَّاتِي دَخَلْتُم بِهِنَّ. ഇതിന് തൊട്ടു മുമ്പുള്ള വാചകം ഞാൻ പറയാൻ വിട്ടുപോയി, വളരെ പ്രധാനപ്പെട്ടതാണ്. വഉമ്മഹാതു നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കളെയും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരുടെ മാതാവ് നിങ്ങളുടെ മാതാവിന്റെ സ്ഥാനത്താണ്. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ബന്ധമാണ്. അവർ വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല. وَرَبَائِبُكُمُ اللَّاتِي فِي حُجُورِكُم مِّن نِّسَائِكُمُ اللَّاتِي دَخَلْتُم بِهِنَّ, നിങ്ങൾ ശാരീരികമെന്ന് സ്ഥാപിച്ച സ്ത്രീകളുടെ പെൺകുട്ടികളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. فَإِن لَّمْ تَكُونُوا دَخَلْتُم بِهِنَّ فَلَا جُنَاحَ عَلَيْكُمْ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ ഫാത്തിമയെ വിവാഹം കഴിച്ചു, എന്തെങ്കിലും കാരണത്താൽ ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവരുമായി വിട്ടുപിരിഞ്ഞു, നിങ്ങൾക്ക് അവരുടെ വേറെ ഭർത്താവിൽ കൂടി ഉണ്ടായ ആയിഷയെ വിവാഹം കഴിക്കാവുന്നതാണ്. വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ നേരിട്ടുള്ള ആൺമക്കളുടെ ഇണകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തന്നു, ആ മക്കൾക്ക് പടച്ചവൻ ഇണകളെ കൊടുത്തു, അവരെ നിങ്ങൾ വിവാഹത്തിന്റെ കണ്ണുകൊണ്ട് നോക്കരുത്. ഇവിടെ കരുണയുടെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കണ്ണുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണേണ്ടത്. അവരുമായും നിങ്ങൾക്ക് വിവാഹബന്ധം പാടില്ല, ശാരീരിക ബന്ധം അല്പവും പാടില്ല. വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ നേരിട്ടുള്ള മക്കൾ. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു ധാരണയെ, വിശ്വാസത്തെ, അതുപോലെ ആധുനിക ജാഹിലീയത്തിലെ ഒരു ധാരണയെ തിരുത്തലാണ്. ആർക്കെങ്കിലും നേർക്ക് നേരെ മക്കളുണ്ട്, അതാണ് മക്കൾ. ആരെങ്കിലും മക്കളെ ദത്തെടുത്തു, അതുകൊണ്ട് ഒരിക്കലും അവർ അവരുടെ മക്കളായി തീരുന്നതല്ല. അവർ ആരെങ്കിലുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനുശേഷം അവരുമായി വിട്ടുപിരിഞ്ഞു, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ നേർക്ക് നേരെയുള്ള നിങ്ങളുടെ മക്കളുടെ ഇണകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു.
وأن تجمعوا بين الأختين إلا ما قد سلف وأن تجمعوا بين الأختين إلا ما قد سلف. രണ്ട് സഹോദരിമാരെ വിവാഹത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ഒരു സഹോദരി ഫാത്തിമ, അവരുടെ നേരെയുള്ള സഹോദരി ആയിഷ. ഫാത്തിമയെ നിങ്ങൾ 1-ാം തീയതി വിവാഹം കഴിച്ചു. ആ ഫാത്തിമയുടെ ജീവിത കാലഘട്ടത്തിൽ ആയിഷയെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ അള്ളാഹു എല്ലാവരുടെയും ഇണകൾക്കും നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും സൗഖ്യവും സമാധാനവും നൽകട്ടെ. ഞാൻ ഫാത്തിമയെ വിവാഹം കഴിച്ചു. അള്ളാഹുവിന്റെ തീരുമാനം. അവർ പടച്ചവരിലേക്ക് യാത്രയായി. അവരുടെ ഒരു സഹോദരിയുണ്ട്. ഈ സമയത്ത് അവർ വിവാഹം കഴിക്കുന്നത് നല്ലതാണ്, ഉയർന്ന ഗുണമാണ്. രണ്ട് സഹോദരിമാരെ വിവാഹത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്, ഒരുമിച്ച് വിവാഹത്തിലായി കൊണ്ടു നടക്കുന്നതും തെറ്റാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളിൽ കൂടുതലും സഹാബാക്കളുടെയും കുടുംബത്തിന്റെയും പ്രേരണയായിരുന്നു. ഇന്ന് വിവരമില്ലാത്ത പലരും പ്രവാചക വിവാഹങ്ങളെ പരിഹസിക്കുന്നുണ്ട്, പ്രവാചക സ്ഥാനത്തെ മനസ്സിലാക്കുന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി എന്റെ പെൺമക്കളെല്ലാവരെയും കബൂലാക്കപ്പെടണം എന്നല്ല, തങ്ങളുടെ അടിമകളായി നമ്മളെല്ലാവരും മാറണം. ഇതായിരുന്നു സഹാബത്തിന്റെ ചിന്ത. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അങ്ങ് എന്റെ സഹോദരിയായ ബർറത്തിനെ കൂടി വിവാഹം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സഹോദരിമാരെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുവാദമില്ല. ഇതുപോലെ കഴിഞ്ഞ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങളുടെ ഒരു ഭാര്യ പറഞ്ഞു, ഇതുപോലെ അങ്ങ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമായിരുന്നു. പക്ഷെ എന്നെ ദയവ് ചെയ്ത് വിട്ടേക്കരുത്. ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യയായിട്ടുണ്ടാകും. ഹംസ റളിയല്ലാഹു തആല അൻഹയുടെ മകളെ താങ്കൾ വിവാഹം കഴിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറളി, എനിക്കും ഹംസയ്ക്കും സുവൈബ പാല് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കവരെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. എന്നാൽ ഈ കാര്യങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയെങ്കിൽ അതിൽ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറയാൻ മുമ്പ് ചെയ്തതിൽ കുഴപ്പമില്ല. ഇന്നത് തിരുത്തണം. ഈ ആയത്തിറങ്ങിക്കഴിഞ്ഞ് 2 സഹോദരിമാരെ വെച്ചുകൊണ്ടിരുന്ന ഒരു സഹാബി വന്നു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ പക്കൽ 2 സഹോദരിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഒഴിവാക്കിൻ, അവര് വേറെ ആരെങ്കിലും വിവാഹം കഴിക്കട്ടെ. അങ്ങനെ അദ്ദേഹം ഒരാളെ ഒഴിവാക്കുകയുണ്ടായി. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തുപോയ കാര്യങ്ങൾ, അതുപോലെ പശ്ചാത്തപിച്ച് നിങ്ങൾ ജീവനം നന്നാക്കുന്ന കാര്യങ്ങളെ പടച്ചവൻ പുറത്തു തരുന്നതാണ്. റഹീമാ, വളരെ സുന്ദരവും അങ്ങേയറ്റം സരളവും അങ്ങേയറ്റം സമ്പൂർണവുമായ മാർഗം തന്നുകൊണ്ട് പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ആ മാർഗത്തെ സ്വീകരിച്ച് നിങ്ങൾ നല്ല നിലയിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾ പരിശ്രമിക്കുക.